ഉണ്ട്. അപ്പൊ അങ്ങനെ കഥകൾക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്തുകൂടാ? ഈ ഒരു പ്രായത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട കഥകളാണ്. അങ്ങനെ കഥകൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുത്ത് ഒരുപാട് സ്ഥലത്ത് നിർത്തുന്നത് തന്റെ കുട്ടിയുടെ ഭാവന എന്ത് ചെയ്യും, വല്ലാണ്ട് എന്തെങ്കിലും വളർത്തും. അത് മാത്രമല്ല, പിന്നീട് എന്ത് ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മനോഹരമായ ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളോട് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, കഥകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കഥ പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് കുട്ടിയുടെ എന്ന് പറയാ ഭാവന എന്ത് ചെയ്യും, വല്ലാണ്ട് വളരും. ഇപ്പൊ കുട്ടി ഒരു വീട് കണ്ടു, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വീടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വീടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറയാണ് രാമു ഒരു വീട് വെച്ചു, അല്ലെങ്കിൽ വീട് വരച്ചു. ഇത് മാത്രമാണ് ഞാൻ പറയുന്നത്. രാമു ഒരു വീട് വരച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ ഇത് എന്തൊക്കെ വെച്ചുകൊണ്ട് ഇതൊന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റും? രാമു രാമു വീട്ടിൽ വേറെ ആരൊക്കെ നമുക്ക് അത് ചോദിക്കാം. അതല്ലാതെ ഞാൻ പറയുന്നത് രാമു വീട് വരച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ട് മനോഹരായിക്കൂടെ? എങ്ങനെ മനോഹരാക്കാൻ പറ്റും? എങ്ങനെ? രാമു വീടിന് ചുറ്റും പൂന്തോട്ടമുണ്ട്. ശരി, കുട്ടി പറയാണ് വീടിന് ചുറ്റും പൂന്തോട്ടമുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ പൂന്തോട്ടം ഉണ്ടെങ്കിൽ വീട് മനോഹരം കാണാൻ ഭംഗി ഉണ്ടാവില്ലേ? അപ്പൊ രാമു എന്ത് ചെയ്തു, ഭംഗിയുള്ള വീട് വരച്ചു അല്ലെ? രാമു വീട് വരച്ചു. പിന്നെ എന്ത് ചെയ്തു, കുറച്ചുകൂടി കൂട്ടിച്ചേർക്കലുകൾ കൊടുത്ത് നമുക്ക് എന്താ പറയാൻ പറ്റും, രാമു എന്ത് ചെയ്തു, ഭംഗിയുള്ള വീട് വരച്ചു. ഇനി എന്തൊക്കെ അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റും? ഇത് നമുക്ക് കുട്ടിയോട് ഇതെല്ലാം പറയണമെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവണേ. കാരണം നമ്മൾ ഒരു കയ്യിൽ മൊബൈൽ ഫോൺ പിടിച്ചിട്ട് നമുക്ക് കുട്ടിയോട് പറയുന്ന സമയത്ത് മൊബൈൽ ഫോണിന്റെ വാട്സാപ്പിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ ടിങ് 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 ശബ്ദം ഉണ്ടാവും. അപ്പൊ ആ ശബ്ദത്തിനിടയിൽ എന്ത് ചെയ്യും, ഈ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ശബ്ദം എന്ത് ചെയ്യും, അവിടെ മാറിപ്പോകും. അപ്പോ കുട്ടിക്കൊപ്പം പഠനത്തിൽ ഇരിക്കുന്നതിന് 2-3 മണിക്കൂർ ഇരിക്കൊന്നും വേണ്ട. പക്ഷെ ഇരിക്കുന്ന സമയം എന്ത് ചെയ്യണം, വളരെ ഫലപ്രദമാകണം എന്നാണ്. അപ്പൊ കുട്ടി എന്ത് ചെയ്യാണ്, വീട് വരച്ചു, രാമു വീട് വരച്ചു, ഭംഗിയുള്ള വീട് വരച്ചു. അപ്പൊ ഈ ആ വീടിനോട് എന്തൊക്കെ നമുക്ക് പറയാം, പൂന്തോട്ടം, നല്ല മനോഹരമായിട്ടുള്ള പൂന്തോട്ടം നമുക്ക് അവിടെ പറയാം. തൊട്ടടുത്ത് ഒരു പുഴയുണ്ടെങ്കിലേ, തൊട്ടടുത്ത് ഒരു പുഴയുണ്ട്, അല്ലെങ്കിൽ തൊട്ടടുത്തതിന്റെ ചെറിയൊരു കുന്നുകളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഈ പറയുന്ന കാര്യം ഇവിടെ വരച്ചു ചേർക്കാൻ പറ്റും. കുട്ടിയെ കൊണ്ട് എവിടെ വരപ്പിക്കാൻ പറ്റും, ചിത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വരപ്പിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഈ ചിത്രമായിട്ട് വരയ്ക്കുന്നതൊക്കെ കുട്ടിയുടെ സൂക്ഷ്മമായ പേശികൾ വികസിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 50 കിലോ ഭാരമൊക്കെ ഉള്ള സാധനങ്ങൾ പൊതിച്ചേർന്നിട്ട് അങ്ങനെ 2ാം ദിവസം എന്തായാലും സംഭവിക്കാം, ഇവിടെ കിടന്നെടുത്തായിരിക്കും എന്ത് ചെയ്യില്ല, നേടിയില്ല. അതിന് മുൻപ് എന്ത് ചെയ്യണം, ഒരുപാട് വർക്കൗട്ട് എന്ത് ചെയ്യണം, അതിന്റെ ഭാഗമായിട്ട് ചെയ്യണം. ഇതുപോലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആദ്യമായിട്ട് പേന ഉപയോഗിക്കുന്നതിന് മുൻപ് അവൻ ഇങ്ങനെ, നമുക്ക് ഒരു പേന ഇങ്ങനെ പിടിച്ച് നമുക്ക് എഴുതാം. പക്ഷെ അങ്ങനെ ഒരു പേന പിടിക്കുന്നതിന് മുൻപേ ഒരുപാട് നമ്മുടെ എന്താ പറയാ, ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പിടിക്കുന്ന ഈ ഒരു അറ്റം മുതൽ ബ്രെയിൻ വരെയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അതിനുള്ള അവസരങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രീ പ്രൈമറി ക്ലാസ്സുകൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കൊടുക്കണം. നിങ്ങളിപ്പോ പിന്നെ A for ആപ്പിൾ എന്നല്ലേ ഇപ്പോഴും കുട്ടികളുള്ളത് അല്ലെ? നിങ്ങളുടെ കുട്ടി A for ആപ്പിൾ അല്ലാതെ മറ്റെന്ത് പറയും, ആൻഡ് പറയും. ആൻഡ് ആ പുസ്തകത്തിലുണ്ട്. പിന്നെ എന്ത് പറയും, എയറോപ്ലെയിൻ പുസ്തകത്തിലുണ്ടോ? എയറോപ്ലെയിൻ ഞാൻ 3 കണ്ടിട്ടുണ്ട്. ആൻഡ് കണ്ടിട്ടുണ്ട്, എയറോപ്ലെയിൻ കണ്ടിട്ടുണ്ട്, ആപ്പിൾ കണ്ടിട്ടുണ്ട്. എയറോപ്ലെയിൻ അതിലില്ല കേട്ടോ, പുസ്തകത്തിൽ എയറോപ്ലെയിൻ ഉണ്ടാവും. ഫസ്റ്റ് പേജിൽ അത് ഞാൻ കണ്ടിട്ടില്ല. ഇതല്ലാത്ത അടുത്ത് എന്ത് പറയും, പിന്നെ B4 ആണ്, പിന്നെ C4 എന്ന് പറഞ്ഞാൽ പോകും. അങ്ങനെയാണോ പറയേണ്ടത്? നിങ്ങൾ കുട്ടിക്ക് ഒരു ഗോതമ്പ് മാവ് കൊണ്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള മൈദ ഉപയോഗിച്ചുകൊണ്ട് ഒരു A എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടാക്കി കൊടുത്ത എത്ര പേരുണ്ട്? ആ ദോശ കൊടുത്ത സമയത്ത് ഇതെന്തിനു വേണ്ടിയിട്ടാ അറിയാം, അത് വെറുതെ പറയുന്നല്ല. കുട്ടിയുടെ കയ്യക്ഷരം നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത്തരം പണികൾ എന്ത് ചെയ്യണം, കൊടുക്കണം. നമ്മുടെ കുട്ടിയുടെ കയ്യക്ഷരം നന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്താ അറിയാം, 4 വരെ മുന്നിൽ എന്ത് ഇങ്ങനെ എഴുതിക്കൂലേ? ശരിക്ക് അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അശാസ്ത്രീയമായിട്ടുള്ള സാധനമാണ്. പക്ഷെ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താ, ചെയ്തിക്കില്ല ആര് പറയും, നിങ്ങൾ പറയും തൊട്ടടുത്തുള്ള പ്രീ പ്രൈമറി കുട്ടികൾ കൊണ്ട് കോപ്പി എഴുതിക്കുന്നുണ്ട്, ആ അവിടുത്തെ ടീച്ചർ എന്താ ചെയ്യാത്തെന്ന് ചോദിക്കും അല്ലേ? പക്ഷെ ഞാൻ എൻ്റെ മക്കളെ 2 കുട്ടികളെ ഞാൻ പ്രീ പ്രൈമറി ചേർത്ത സമയത്ത് ഒരു തരത്തിലുള്ള നിബന്ധനയും ടീച്ചറോട് തീരില്ല, പറഞ്ഞിട്ടില്ല. പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എഴുതിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, എൻ്റെ മകളെ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവളെ ഒന്നും ചെയ്യരുത്. കാരണം പ്രീ പ്രൈമറി കുട്ടിക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അവർക്ക് നിർബന്ധപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എഴുതിക്കാൻ പാടില്ല. ആ കാരണം എഴുത്ത് വരുന്നത് ഏറ്റവും അവസാനമാണ് വരേണ്ടത്. അപ്പൊ നിർബന്ധപൂർവ്വം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടികളെ കൊണ്ട് എഴുതിക്കാൻ പാടില്ല എന്നുള്ള കുറെ നിർദ്ദേശം വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ മോൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ ചേർത്തിട്ടുള്ളത്. ഇതേപോലെ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് വീട്ടിൽ എന്താ പറയാ, ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ സമയത്ത് കുറച്ച് എക്സ്ട്രാ എടുക്കുക. അതിൽ വേണമെങ്കിൽ എന്ത് ഇച്ചിരി കളറൊക്കെ എന്ത് ചെയ്യാൻ കൊടുക്കുക. പലതരത്തിലുള്ള കളർ നമുക്ക് വെളിയെ കിട്ടും, കെമിക്കൽ ഇല്ലാത്ത കളറുകൾ. ആ കളർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യട്ടെ, കുട്ടികൾ അതിന്റെ മുകളിൽ കളിക്കട്ടെ. അതിന്റെ മുകളിൽ ഇങ്ങനെ കുഴച്ച് കളിക്കണം.
നിങ്ങള് മണ്ണിൽ കളിക്കേണ്ടതാണ്, പക്ഷെ മണ്ണിൽ നിങ്ങൾ എന്ത് ചെയ്യാ, നമുക്ക് അത്ര ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല മണ്ണിൽ കളിക്കുന്നതിനെ പറ്റിയിട്ട്. ഞാനിത് പരീക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ട് എന്റെ മോൾ എന്ത് ചെയ്തു, കിണറിൽ നിന്ന് എടുത്ത മണ്ണുണ്ടല്ലോ അതിലെന്ത് ചെയ്തു, കുറെ ഇങ്ങനെ കളിപ്പിച്ചു. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് എന്ത് ചെയ്തു, അത് കീറാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ചെലവായി വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ്. വീട്ടിൽ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റും, അടുത്തിരുത്തിയിട്ട് എന്ത് ചെയ്യിക്കാൻ പറ്റും, മൈദയായാലും ഗോതമ്പമായാലും നന്നായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അമർത്താൻ വേണ്ടി എന്ത് ചെയ്യാ പറയാം. അമർത്തിയതിനു ശേഷം ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ സൂക്ഷ്മ പേശികൾക്കുള്ള ഒരു വ്യായാമം കൂടിയാണ്. ഏറ്റവും നല്ല കയ്യക്ഷരമുള്ള ആളുകൾ ആരാന്നറിയോ? ഒരു കൂട്ടർ എന്ന് പറയുന്നത് പിന്നെ ഇടുക്കിയിലൊക്കെ കൊളുന്ത് നുള്ളുന്ന തേയിലത്തോട്ടങ്ങളിൽ കൊളുന്ത് നുള്ളുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഒരു കവറിങ്ങനെ വെച്ചിട്ട്